ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഈ വോയിസ് നിങ്ങൾ കേട്ടതേ എൻ്റെ നാത്തൂൻ്റെ മോൻ്റെ കേട്ടോ. അവരൊക്കെ വീട്ടിൽ വന്നിക്കൊണ്ടുവന്ന് ഇന്ന് ചായ പരിപാടിയുടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ പുറത്ത് നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് ഫസ്റ്റ് ചോറിനുള്ള വെള്ളം വെച്ചു. ജനൽമൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമായി കരുതുന്നു ഞാനിതൊക്കെ തുടക്കണം കേട്ടോ. അങ്ങനെ എന്നാൽ അത് തുടച്ചു. ജനലൊക്കെ തുടക്കൽ കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയിട്ട് അടിച്ചു വാരി തുടച്ചു. എന്നാൽ പിന്നെ ഈ പണിക്ക് നിൽക്കണ്ടല്ലോ. അങ്ങനെ അടിച്ചു വാരി തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചോറൊക്കെ ആയിട്ടോ. പിന്നെ ഞാൻ അതൊക്കെ വാർത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ ചട്ടി വെച്ചു. അടുപ്പൊക്കെ ഇങ്ങനെ കത്തി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പുറത്തെ അടുപ്പിൽ തന്നെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയത്. ഇന്നിപ്പോൾ ഉപ്പേരി കാബേജും പിന്നെ ക്യാരറ്റും കൂടി മിക്സ് ചെയ്തതാണ്. ഉമ്മ പിന്നെ ഇന്ന് നാത്തൂനെ കൊണ്ടുപോകാൻ പോയി കേട്ടോ. അങ്ങനെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടേ ഞാൻ പിന്നെ ഉള്ളിൽ തന്നെ വന്നു. അവർ വരുമ്പോഴേക്കും എന്തെങ്കിലും കുടിക്കാനേ എന്തെങ്കിലുമൊക്കെ ജ്യൂസ് അടിക്കുക വിചാരിച്ചു. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പാൽപ്പൊടിയും കുറച്ച് തേങ്ങയും പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ടിട്ട് അടിച്ചു. പിന്നെ കുറച്ച് ഇളനീര് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് രണ്ടും തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. ആദ്യം ഞാൻ ഇളനീര് ജ്യൂസ് അടിക്കാൻ വിചാരിച്ചിരുന്നു കേട്ടോ. പിന്നെ തേങ്ങ മൂത്തത് കാരണം അത് അടിക്കാൻ പറ്റിയില്ല. മീൻ നമുക്ക് കിട്ടിക്കുന്നത് ചൂരയാണ്. ഉമ്മ പിന്നെ മീൻ മുറിച്ച് വൃത്തിയാക്കി തന്നിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ പണി എളുപ്പമായി. ഇത് നമ്മളെ വൈറൽ ഫിഷ് ഫ്രൈ ഇല്ലേ, അതുപോലെയാണ് ഇന്ന് ചൂര ഉണ്ടാക്കിയത് കേട്ടോ. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തേ അതൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചൂരൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ മേലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി വിതറി കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുത്തു. ഇതാവുന്ന സമയത്ത് ഞാൻ കുറച്ച് തേങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ അതും ഉണ്ടാക്കി. പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മീൻ മസാല ആക്കിയിരുന്നു കേട്ടോ. അത് പൊരിക്കുകയും ചെയ്തു. 4 മണിക്ക് കടിക്ക് വേണ്ടിയിട്ടേ ഞാൻ ഇപ്പം തന്നെ ഉരുളൻകിഴങ്ങൊക്കെ അരിഞ്ഞെടുത്തു. ഇന്നേ ഉരുളൻകിഴങ്ങോട്ടാട്ടോ കടി ഉണ്ടാക്കാൻ വിചാരിച്ചത്. അങ്ങനെ നീളത്തിൽ അരിഞ്ഞ ഉരുളൻകിഴങ്ങ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് മല്ലിയിലയും പിന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് മൈദയും പിന്നെ എരിവിന് പാകത്തിനുള്ള മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും കുറച്ച് ചിക്കൻ മസാലയും ഇട്ട് കുഴച്ചെടുത്തു. ഇങ്ങനെ റെഡിയാക്കിയ സുഖമാണല്ലോ. പിന്നെ 4 മണിക്ക് ഇത് അങ്ങോട്ട് പൊരിച്ചാൽ മതിയല്ലോ. അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ. പിന്നെ അവരൊക്കെ വന്നപ്പോൾ ജ്യൂസൊക്കെ കൊടുത്തു. ഉച്ച സമയത്തായിരുന്നു കേട്ടോ അവർ വന്നിരുന്നത്. പിന്നെ മേശമ ചോറും കൂട്ടാനൊക്കെ വിളമ്പി നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അവരോട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് വീണ്ടും നമ്മൾ വൈകുന്നേരത്തെ അടുക്കളയിലേക്ക് വന്നു. അങ്ങനെ ചായ ഉണ്ടാക്കി പിന്നെ കടിയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചു. ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ.